ആദ്യം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സംവരണ പ്രക്ഷോഭം, പിന്നീട് ഭരണ അട്ടിമറി, അതും കഴിഞ്ഞ് ഹിന്ദു വംശഹത്യ, പൂർണ്ണമായി തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിൽ അധികാരമെത്തുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ വിജയം പുതിയ പാർട്ടിയോടെ വിജയിച്ചിട്ടുണ്ട്. ഈ വിജയം അവിടെ ഒരു സമാധാനം കൊണ്ടുവരുമോ? ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ? യുവാക്കൾക്കും അവിടുത്തെ സാധാരണക്കാർക്കും ഇനി സ്വസ്ഥമായി ആ ബംഗ്ലാദേശ് എന്ന രാജ്യത്ത് ജീവിക്കാൻ കഴിയുമോ എന്നാണ് താൽക്കാലിക പ്രസിഡന്റായിരുന്ന മുഹമ്മദ് യൂനിസ് ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനം. അവരുടെ പ്രകടന പത്രികയിൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അവിടെ കഴിയാം, യാതൊരു പ്രശ്നങ്ങളില്ല, ഞാൻ വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ. ഇപ്പോൾ 2024 ഷെയ്ഖ് ഹസീനയെ അവിടുന്ന് നാടുകടത്തിയതിന് ശേഷം താൽക്കാലിക പ്രസിഡൻ്റായിട്ട് വന്നതാണ് മുഹമ്മദ് യൂനിസ്. അദ്ദേഹം നല്ലൊരു ഭരണാധികാരിയാണ്. പക്ഷേ അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയുടെ നീരാളിപ്പിടുത്തത്തിലാണ്. അതിൽ നിന്ന് അദ്ദേഹത്തിന് വിട്ടുമാറാൻ കഴിയുന്നില്ല. എങ്കിലും അദ്ദേഹം തിരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ എല്ലാ സ്ഥലങ്ങളിലെ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലും ന്യൂനപക്ഷത്തിന് സംരക്ഷണം തരും എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ വാഗ്ദാനങ്ങൾ. പക്ഷേ നീണ്ട ഷെയ്ഖ് ഹസീനയുടെ ഭരണം നല്ലൊരു ഭരണമായിരുന്നു. അവിടെ മതതീവ്രവാദം കേരളത്തിലും അതുപോലെ കാശ്മീരിലും നടക്കുന്ന പോലെ ചില തീവ്രവാദ സംഘടനകൾ ഭരണത്തിൽ കൈകാളി. അപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർ തികഞ്ഞൊരു ഭാരതീയ സ്നേഹിയാണ്. അവരുടെ ഭർത്താവൊക്കെ ഇന്ത്യൻ വംശക്കാരാണ്. അപ്പം പഴയ വിഭജനം വന്നപ്പോൾ അവർ അങ്ങോട്ട് പോയി, ഇവർ കുറച്ച് പേര് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ആ രീതിയിൽ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ അവിടെ നടന്നപ്പോൾ ആ ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ കാശുകൾ കൊടുത്തുകൊണ്ടും പണ്ട് ഉത്തരേന്ത്യയിൽ നടക്കുന്ന ബൂത്ത് പിടുത്തവും എല്ലാം ചെയ്ത് ഇല്ലീഗൽ വോട്ട് ചെയ്യുവാൻ ജമാഅത്ത് ഇസ്ലാമി രംഗത്ത് വന്നതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. തികച്ചും സമാധാനം കാക്ഷിക്കുന്ന ജനതയാണ് ബംഗ്ലാദേശിൽ ഉള്ളത്. അത്തരത്തിലുള്ള ഒരു ജനത പാകിസ്ഥാൻ പോലെയല്ല. കുറച്ച് ഇന്ത്യക്കാരോട്, ഇന്ത്യൻ വംശരോടും സ്നേഹമുള്ളതും ആരാധനാ സ്വാതന്ത്ര്യമുണ്ട്. ഈ ജമാഅത്തിൻ്റെ മതരാഷ്ട്രവാദം വന്നപ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ വന്നത്. നമുക്കറിയാം, ഏകദേശം 14 ഹിന്ദുക്കൾ 4 മാസത്തിനകത്ത് മരിച്ചു. അതിൽ പത്രപ്രവർത്തകരുണ്ട്. ഇവിടുത്തെ ഇടതുപക്ഷ ചായ്വിലുള്ള പത്രക്കാരൊക്കെ ഉണ്ടായിരുന്നിട്ട് ബംഗ്ലാദേശിലൊരു പത്രക്കാരനെ കൊന്നപ്പോൾ ഇവിടെ ഒരിടവും മെഴുകുതിരി കത്തിക്കുകയോ അതിനെതിരെ രക്തസാക്ഷി മണ്ഡപത്തിൽ അനുശോചനം ചെയ്യുകയോ പത്രപ്രവർത്തക സുഹൃത്തുക്കൾ കറുത്ത ബാഡ്ജ് ധരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ത്യക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. അപ്പം പത്രധർമ്മം എന്ന് പറയുമ്പോൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പത്രധർമ്മത്തിന് തുല്യമാണ്. 2 പത്രക്കാരെ അവരെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഭരണ കടന്നുകയറ്റത്തിനെതിരെ തൂലിക ചലിപ്പിച്ചപ്പോൾ അവർ ചെയ്തു. ഇവിടെയും അതാണ് അവസ്ഥ. ഇവിടുത്തെ ചില ന്യൂനപക്ഷങ്ങൾ തീവ്രവാദത്തിന് പിന്തുണ കൊടുക്കുന്നു എന്നുള്ള നിലയിലാണ് കോളേജിലെ കൊച്ചു യുവാക്കൾക്ക് നമ്മളെ ജോസഫ് മാഷ് പഠിപ്പിച്ചത്. അതിൽ 1-2 മുഹമ്മദ് നബീയുടെ വാക്കുകൾ ആ പഠിത്തത്തിൽ വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കൈവെട്ടിയത്. അപ്പോൾ അത്തരത്തിൽ ഇവിടെ ചില നമ്മളെ പാലക്കാട് വിക്ടോറിയ കോളേജ് പോലുള്ള പ്രിൻസിപ്പാളിൻ്റെ കസേരയെ കൊണ്ടുവന്ന് റീത്ത് വെച്ചത് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെയൊക്കെ പിൻബലമുള്ള ചില SFI ലീഡേഴ്സാണ്. അതുപോലെ തന്നെ ചില കേരള സർവകലാശാലയിൽ നടക്കുന്ന അക്രമങ്ങൾ. അപ്പോൾ ഏത് രാജ്യത്തെയും യുവാക്കളെ മദ്യവും മയക്കുമരുന്നും കൊടുത്ത് മതരാഷ്ട്രവാദത്തിന് ഉപയോഗിക്കാമെന്ന് ജമാഅത്ത് ഇസ്ലാമിക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ടാണ് ഇവിടെ സമസ്ത പോലുള്ളവർ ജമാഅത്ത് ഇസ്ലാമി പോലുള്ളവരെ പിന്തുണ കൊടുക്കാത്തത്. മതരാഷ്ട്രവാദത്തിന് എതിരാണെന്ന് നല്ല ഭാരതീയരായിട്ടുള്ള നല്ല മുസ്ലിങ്ങൾ പറയുന്നുണ്ട്. സിയ വിഭാഗക്കാർ എതിരാണ്. സമസ്ത പിന്തുണ നൽകിയില്ലെങ്കിൽ VD സതീശൻ്റെ വലിയ പിന്തുണ ഉണ്ടല്ലോ. അല്ല, VD സതീശൻ എന്തായാലും VD സതീശനും VD സതീശൻ്റെ ആ ഗ്രീൻ MLA-മാരെന്ന് പറയുന്ന എന്താണ് പച്ച MLA മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു എന്നാണ് അവർ ഗ്രീൻ MLA. അല്ലാതെ ഇവിടുത്തെ പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള MLA-മാരല്ല. VD സതീശൻ, TN പ്രതാപൻ, നമ്മുടെ സാഫി പറമ്പിൽ, ബൽറാം തുടങ്ങിയ ഹരിത MLA-മാരെന്ന് പറഞ്ഞത് ഇവർക്ക് വേണ്ടി വാദിക്കുന്നതുകൊണ്ടാണ്. ജമാഅത്തുകാർക്കപ്പോൾ കൂടുതൽ സ്നേഹമായി. അപ്പോൾ അടുത്ത് UDF അതുപോലൊരു താലിബാൻ ജമാഅത്ത് രീതിയിലുള്ള ഭരണമായിരിക്കും UDF കേരളത്തിൽ വന്നാലും. അപ്പോൾ അത് നമ്മളെ ബംഗ്ലാദേശിനെ കണ്ട് പഠിക്കണം. ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് നല്ല പ്രസിഡൻ്റാണ്, പക്ഷേ അഴിമതിക്കാരനല്ല.
നമ്മുടെ ഷേഖ് ഹസീനയെ പോലെ നല്ല വിവരവും വിദ്യാഭ്യാസമുള്ളൊരു ഭരണാധികാരിയാണ്. പക്ഷേ അവിടെ ഭരിക്കണമെങ്കിൽ തീവ്രവാദത്തിൻ്റെയും ജമാഅത്തിൻ്റെയും പിന്തുണയോ അവർ പറയുന്ന കാര്യങ്ങൾ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ചെയ്തില്ല എങ്കിൽ അവരെ നാട് കടത്തും. ഇപ്പോൾ ഇന്ത്യയോട് ജമാഅത്തിനും മോഡിയോട് അമിത്ഷായോട് ജമാഅത്തുകാർക്കുള്ള എതിർപ്പ് എന്താണ് കേസ്? നമ്മുടെ ഷേഖ് ഹസീനയ്ക്ക് ഇന്ത്യയിൽ അഭയം കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ എപ്പോഴും അവർ അവിടെ ആണെങ്കിൽ ഇന്ത്യ നോക്കൂ, ജനാധിപത്യത്തിനും ന്യൂനപക്ഷത്തിനും സംരക്ഷണം നൽകുന്ന ഒരു രാജ്യമല്ലേ എന്ന് സ്ഥിരം പാർലമെൻറ്റിൽ സംസാരിക്കും. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളത് ലോകത്തിൽ ഭാരതത്തിലാണ്. ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ സംരക്ഷകരായിട്ട് നടക്കുന്നത് ഈ മോഡി ഗവൺമെൻറ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഭാരതത്തിലെ മുസ്ലിങ്ങളാണ്. കോൺഗ്രസ് എപ്പോഴൊക്കെ ഭരിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ഉത്തരേന്ത്യയിൽ വർഗീയ കലാപങ്ങളാണ്. ഈ 13 വർഷം ആകുവാൻ പോകുന്നു ഈ മേയിൽ. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഉത്തരേന്ത്യയിൽ വർഗീയ കലാപങ്ങൾ നടന്നിട്ടുണ്ടോ? നടന്നിട്ടില്ല. ആകെ ജാമിയ മില്ലിയ പോലുള്ള സർവകലാശാലകളിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭം, JNU പോലുള്ള കോളേജുകളിലുള്ള CI സമരങ്ങൾ വന്നപ്പോൾ ഉള്ള വിദ്യാർത്ഥി പ്രക്ഷോഭം, അതിൻ്റെ പിന്നിൽ ആരായിരുന്നു? ബംഗ്ലാദേശിലുള്ളതുപോലെ ജമാഅത്ത് ഇസ്ലാമി ഇവിടെയും കടന്നുകൂടിയിട്ടുണ്ട്. കാശ്മീരിൽ കല്ലെറിയുന്നു, അവിടെ പഠിക്കുവാൻ പോകുന്നില്ല. പട്ടാളക്കാരെയും CRPFനെയും CSFകാരെയും കല്ലെറിയുന്ന 500 രൂപ നോട്ട് കൊടുക്കുന്നതാരാ? ഇവിടുത്തെ തീവ്രവാദത്തിൽപ്പെട്ട JKLF, ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട്, ജമാഅത്ത് ഇസ്ലാമി. ഇവിടുത്തെ തെരുവോരങ്ങളിലെ 5-6 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ട് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ. ആരാ? SIO, സ്റ്റുഡൻറ്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ. അപ്പോൾ മതമാണോ ഇവരെ പഠിപ്പിക്കാൻ പോകുന്നത്? സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ തുടങ്ങിയ ജമാഅത്തിൻ്റെ സ്റ്റുഡൻസ് വിഭാഗം ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറയുമ്പം ഈ VD സതീശൻ്റെ കണ്ണെവിടെ പോയിരുന്നു? VD സതീശൻ്റെ നാക്കുകളും കോൺഗ്രസ് മതേതരത്വത്തിന് വേണ്ടി വാദിക്കുന്നവരുടെ നാക്കുകൾ എവിടെ പോയിരുന്നു? ആരും മിണ്ടിയില്ല. തിരിച്ചൊന്ന് നോക്കണം. ABVPക്കാർ ഇന്ത്യയുടെ മോചനം രാമായണത്തിലൂടെ ഗീതയിലൂടെ എഴുതി വെച്ച കേരളത്തിലോ ഭാരതത്തിലോ ഉണ്ടാകുന്ന ഭവിഷ്യത്തൊന്ന് ചിന്തിച്ച് നോക്കുക. അത്ര വിവരക്കേടൊന്നും രാഷ്ട്രീയ സ്വയം സേവക സംഘം ABVPക്കാർ പഠിപ്പിച്ച് വിടുന്നില്ല. രാഷ്ട്രബോധം, രാഷ്ട്രത്തെ അമ്മയായി കാണണം, അത് ഇത്തരത്തിലുള്ള മത തീവ്രവാദികൾ ഇന്ന് ഭാരതത്തിൽ നടത്തുന്നില്ല. അതിനൊരു ഉദാഹരണമാണ് ബംഗ്ലാദേശിൻ്റെ താലിബാൻ ഭരണം. ആ ബംഗ്ലാദേശിൻ്റെ ചില കറുത്ത കൈകൾ ഇന്ത്യയിലെ ചില സംസ്ഥാന പുതിയ സർക്കാർ അധികാരമേറ്റെങ്കിലും ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ച പാർട്ടി പരാജയപ്പെട്ടെങ്കിലും അവരുടെ ബംഗ്ലാദേശിലെ സ്വാധീനം അങ്ങനെ കുറച്ചു കാണാൻ കഴിയില്ലല്ലോ. അല്ല, അവർക്ക് ഇരുന്നപ്പോൾ നാം കണ്ടതാണ്. അല്ല, ഈ ഹൈന്ദവരെ ന്യൂനപക്ഷത്തെ തേടി കൊലപ്പെടുത്തുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമി സംഘടന. ഇനിയും ഇദ്ദേഹം തന്നെ മുഹമ്മദ് യൂനസ് തന്നെ അവിടെ അധികാരത്തിൽ വരികയാണ് എങ്കിൽ സമാധാനത്തിൽ ഭരിക്കാൻ ഒക്കുകയില്ല. അവിടെയും സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഉണ്ട്, ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളുണ്ട്, വിദേശത്തു നിന്ന് അവർക്കുണ്ട്. ഷേഖ് ഹസീന അനുഭവിച്ച അനുഭവം ഇദ്ദേഹത്തിനും ഉണ്ടാകും. എന്തായാലും അവരുടെ വർദ്ധിച്ചു വരികയാണ് അവരുടെ സ്വാധീനം തീവ്രവാദത്തിൻ്റെ. ആ തീവ്രവാദം ഇപ്പം പരിശുദ്ധമായ ഖുറാനിൽ പറയുന്ന പോലെ സഹവർത്തിത്വമില്ലെങ്കിൽ സർവ്വതും നാശമെന്നുള്ള ആ ആപ്തവാക്യം ഇന്ന് ഇവർ ഏറ്റെടുക്കുവാൻ തയ്യാറല്ല. അവരെല്ലാ രാജ്യങ്ങളോടും, ഉദാഹരണം നമുക്ക് തന്നെ അറിയാം, ഇറാൻ, ഇറാഖ് അടികൾ, പല രാജ്യങ്ങളും തമ്മിൽ, മുസ്ലിം രാഷ്ട്രങ്ങൾ തമ്മിൽ അടിയാണ്. അവിടെയെല്ലാം തീവ്രവാദത്തിൻ്റെയും ഇത്തരത്തിലുള്ള ഇടൻ അജണ്ടയുള്ള അർബൻ ഇസ്ലാമിസ്റ്റുകളുടെ കടന്നുകയറ്റമാണ്. അതുകൊണ്ടാണ് ഷേഖ് ഹസീന ഇന്ത്യയിലേക്ക് അഭയം തേടി ഓട്ടിച്ചതും പുതിയ ജൻസി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത്. ഈ ഇന്ത്യയിലും നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി പോലുള്ള ആൾക്കാർ, ഭരണാധികാരികൾ, കരുത്തുറ്റ ഭരണാധികാരികൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയിലും അവർ ആസൂത്രണം ചെയ്തു ജൻസി പ്രക്ഷോഭം. യുവതി യുവാക്കളെ കയ്യിലെടുത്തുകൊണ്ട് നേപ്പാളിലും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ജൻസി പ്രക്ഷോഭം ഭാരതത്തിലേക്കും കൊണ്ടുവരുവാൻ വേണ്ടി ഇവിടുത്തെ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾ യുവാക്കളെ കയ്യിലെടുത്തുകൊണ്ടുള്ള പ്രചരണങ്ങൾ നടന്നു. നമുക്ക് അറിയാം, തടിയൻ്റെ ഇവിടെ നസീർ പോലുള്ളവർ കേരളത്തിൽ അറസ്റ്റ് ചെയ്തപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ലഘുലേഖകൾ ഇന്ത്യ വിരുദ്ധ ലഘുലേഖകളാണ്. അതുപോലെ പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ സംഘടനകൾ ഇന്ന് അറസ്റ്റ് ചെയ്ത് ഡൽഹിയിൽ കിടക്കുന്നവരുടെ വീടുകൾ റൈഡ് ചെയ്തപ്പോൾ കിട്ടിയ രേഖകൾ ഇന്ത്യ വിരുദ്ധ, ഇവിടുത്തെ RSS BJP നേതാക്കളുടെ കൊല്ലുവാൻ വേണ്ടിയുള്ള രേഖകളാണ് CBI എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റൊക്കെ പിടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള റെയ്ഡുകൾ നടന്നതുകൊണ്ടും ഇത്തരം നേതാക്കളെ അകത്താക്കിയത് കൊണ്ടാണ്
ഇന്ന് ഇന്ത്യ പോലുള്ള രാജ്യം സമാധാനമായിട്ട് പോകുന്നത്. എല്ലാ സ്ഥലത്തും ഒരേപോലെ റെയ്ഡായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആൾക്കാരുടെ വീടുകളിൽ. അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ ഇന്ത്യ ഗവൺമെൻറ് സ്റ്റോപ്പ് ചെയ്തു. അവർ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന വസ്തുക്കൾ വിൽക്കുവാൻ പറ്റാത്ത രീതിയിലാക്കി. അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെ അടച്ചു. അവരുടെ വിദേശത്ത് വലിയ വലിയ സംഘടനകളെ രജിസ്റ്റർ ചെയ്ത് അവർക്ക് വരുന്ന ഫണ്ടുകളെ കേന്ദ്ര ഗവൺമെൻറ് നിരോധിച്ചു. അങ്ങനെ അവരുടെ ഫണ്ട് റൈസിങ് നിർത്തിയപ്പോൾ അവർ യുവതിയുവാക്കൾക്ക് സാമ്പത്തികം കൊടുത്തുകൊണ്ട് ഒരു ജൻസി പ്രക്ഷോഭത്തിനെ ഡൽഹിയിൽ ആസൂത്രണം ചെയ്തതാണ് നമ്മുടെ CI പോലുള്ള സമരങ്ങൾ. കാർഷിക സമരത്തിൽ പോലും സെൻട്രൽ ഗവൺമെൻറ് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട്, പത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ തീവ്രവാദികൾ നുഴഞ്ഞു കയറി ചില സമരക്കാരെ സ്വാധീനിക്കുവാൻ ശ്രമിച്ചു. അങ്ങനെയാണ് നമ്മുടെ ചെങ്കോട്ടയിലെല്ലാം ദേശീയ പതാക താഴ്ത്തി ഖാലിസ്ഥാൻ പതാകകൾ കെട്ടിയത്. ഈ പഞ്ചാബിലെ ബഹുഭൂരിപക്ഷം വരുന്നവർ കാനഡയിലും ബംഗ്ലാദേശിലും ഉള്ളതെന്താ? പഠിക്കാനല്ല ഉള്ളത്. അവർ ഇത്തരത്തിലുള്ള യുവാക്കളുടെ ബ്രെയിൻ മാറ്റുവാൻ വേണ്ടി ഇന്ത്യ വിരുദ്ധ പ്രചരണത്തിന് ശ്രമിക്കുന്നതാണ്. അത്തരത്തിലുള്ള പ്രവർത്തനം ശ്രമിച്ചതുകൊണ്ടാണ് അവിടെ ജൻസി പ്രക്ഷോഭം വന്ന് പാർലമെൻറ്റ് അറ്റാക്ക് ചെയ്ത് അവിടുത്തെ ഷേഖ് ഹസീന ഇന്ത്യയിലേക്ക് അഭയം തേടിയത്. അതുകൊണ്ട് ഇവരുടെ ഭരണത്തിൽ കൈകടത്താതെ ഇരിക്കുകയാണ് എങ്കിൽ സമാധാനപരമായിട്ട് മുഹമ്മദ് യൂനുസിന് ബംഗ്ലാദേശിൽ ഭരണം നടത്തുവാൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.